ഓണ വെച്ചിട്ട് സെർച്ച് ചെയ്തപ്പോൾ ഞാൻ ഇപ്പുറത്ത് 36 ഉണ്ട്. അതിന്റെ ഇപ്പുറത്തൊരു 1 ഞാൻ കുറെ തപ്പി. ഹാർഡ് വർക്കിനേക്കാളും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വർക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. വെളിയിൽ നിന്ന് ചോദ്യം ചോദിക്കും എന്ന് പറഞ്ഞാലും ഞാൻ ആ സിലബസ് വെച്ചിട്ട് തന്നെയാണ് പഠിക്കുന്നത്. പർട്ടിക്കുലർ കാറ്റഗറിക്ക് മാത്രം കിട്ടുന്ന ഒരു എക്സാം ഒന്നും അല്ല PSCയുടെ എക്സാം. എനിക്കിപ്പോൾ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും പറ്റും. ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ ഒരു എക്സാമിന് ഈ ഒരു റാങ്ക് കിട്ടിയതിൻ്റെ പേരിലാണ്. അതിലെനിക്ക് സ്പെസിഫിക് ആയിട്ട് എപ്പോഴും നന്ദി പറയാനുള്ളത് PK സാറിനോടാണ്. ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ 2 തവണ ചിന്തിക്കേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു എൻ്റെ. ഒരു പ്രിലിംസ് എഴുതുമ്പോൾ അതിലൊരു സിംഗിൾ മെയിൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് എഴുതാറുള്ളത്. അല്ല ഇതല്ല ചോദ്യം, ഇതല്ല ഏതായാലും ജോലി വേണമല്ലോ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണത്തിനെ പറ്റി ആലോചിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ PKPSC Corner. Craft your future. നമസ്കാരം. PSC കോച്ചിങ് മേഖലയിൽ നിരവധി റാങ്കുകൾ കരസ്ഥമാക്കി മുന്നേറുന്ന PKPSC കോർണറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മുടെ സക്സസ് സ്റ്റോറിയുടെ 2ാമത്തെ എപ്പിസോഡാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിൽ 1ാം റാങ്കോടുകൂടി പാസ്സായ വിഷ്ണുബാബു ആയിരുന്നു നമ്മുടെ ആദ്യത്തെ അതിഥി. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ 36ാം റാങ്ക് നേടിയ ഡോണയാണ്. ഡോണ, ഞാൻ പരിചയപ്പെടുത്തിയതിനപ്പുറത്തേക്ക് പ്രേക്ഷകരോട് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഡോണ എലിസബത്ത് ഇമ്മാനുവൽ എന്നാണ് മുഴുവൻ പേര്. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പ, അമ്മ, അനിയൻ, അനിയത്തി, പിന്നെ ഞാൻ എൻ്റെ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അൽഫോൺസ വുമൻസ് കോളേജ് പാലയിൽ നിന്നാണ്. ഡോണ, PSCയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രൈ ചെയ്യുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു തസ്തികയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു കാരണം? ഞാൻ LDCയുടെ മെയിൻസ് ഒക്കെ എഴുതിയിരിക്കുന്ന സമയത്താണ് ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു പ്രിലിംസ് എഴുതുമ്പോൾ അതിലൊരു സിംഗിൾ മെയിൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് എഴുതാറുള്ളത്. ഇപ്പോൾ 10th പ്രിലിംസിൻ്റെ സമയത്ത് LD എക്സാം ഫോക്കസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഡിഗ്രി പ്രിലിംസ് എഴുതുന്ന സമയത്ത് ഏത് എക്സാം ഫോക്കസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോഴത്തേക്കിനാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. ഏറ്റവും കൂടുതൽ പേര് ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിലുള്ള ഒരു പോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് അത്രയും വാല്യുബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അതായിരുന്നു നമ്മൾ മിക്കവാറും ഉള്ളവരുടെ ഒരു സ്വപ്നമാണ് ഒരു ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് ജോലി എന്നുള്ളൊരു സ്വപ്നമാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു ഇൻസ്പിറേഷനാണോ ഈ ഒരു തസ്തിക ഓപ്റ്റ് ചെയ്യാനുണ്ടായ കാരണം? ഒരു സ്വപ്നമൊന്നും ആയിരുന്നില്ല. കുറച്ച് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് അതൊരു സ്വപ്നം എന്നുള്ള രീതിയിലോട്ട് വന്നത്. എൻ്റെ ഡിഗ്രി ഒക്കെ പാസ് ഔട്ട് ആയ സമയത്ത് എനിക്ക് 2 ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ PGക്ക് പോവാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതായാലും ജോലി വേണമല്ലോ. അപ്പോൾ പിന്നെ വേറെ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഡിഗ്രി കെമിസ്ട്രി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു റീസണൊന്നുമില്ല. എൻ്റെ അമ്മ പറഞ്ഞത് കേട്ടിട്ട് അമ്മ കെമിസ്ട്രി ആണ് അങ്ങനെ എടുത്താൽ. അപ്പം PGക്ക് പോകാനുള്ള മടിയായിരുന്നു മെയിൻ റീസൺ. അങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ള രീതിയിൽ PSCയിലേക്ക് വന്നു. പിന്നെ എൻ്റെ അപ്പ ഒരു റിട്ടയർഡ് ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്നു. അപ്പോൾ ആൾക്ക് കിട്ടുന്ന സോഷ്യൽ അക്സെപ്റ്റൻസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അതൊരു റീസൺ ആയിരുന്നു. ഒരു ഗവൺമെൻറ് ജോബ് തരുന്ന ജോബ് സെക്യൂരിറ്റി ഒരു റീസൺ ആയിരുന്നു. അതൊക്കെയാണ് മെയിൻ റീസൺ ഒരു ഗവൺമെൻറ് ജോബ് ചൂസ് ചെയ്യാനുണ്ടായ കാരണം. നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ബുദ്ധിജീവികൾക്കേ കിട്ടൂ അല്ലെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിലേ കിട്ടൂ എന്ന്. അങ്ങനെ ഒരു PSCക്ക് അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരോട് എന്താണ് ഡോണയ്ക്ക് പറയാനുള്ളത്? അങ്ങനെ കുറച്ച് ഒരു പർട്ടിക്കുലർ കാറ്റഗറിക്ക് മാത്രം കിട്ടുന്ന ഒരു എക്സാം ഒന്നും അല്ല PSCയുടെ എക്സാം. ഒരു 2018-19 സമയത്തൊക്കെ എന്നെ വളരെ അടുത്തറിയാവുന്നവർക്കറിയാം, എനിക്ക് ഉള്ള പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭയങ്കര കുറവായിരുന്നു. അതായത് ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. അതായത് ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ 2 തവണ ചിന്തിക്കേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു എൻ്റെ. അതിൽ നിന്ന് ഞാൻ ഇത്രയും പഠിച്ച് വന്ന്, അത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വർക്ക് ഉണ്ട് അതിൻ്റെ പുറകിൽ, ഇത്രയും പഠിച്ചു വന്ന് എനിക്കിപ്പോൾ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും പറ്റും. പിന്നെ ഒരു ലക്ക് ഫാക്ടറും ഉണ്ട് ഒരു പരിധി വരെ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷന് ഒരു പ്രോപ്പർ ട്രെയിനിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രെയിനറുടെ പ്രാധാന്യം എത്രത്തോളമാണുള്ളത്? കാരണം നമ്മൾ ഏതൊരു കാര്യത്തിനും നമുക്കൊരു മെൻറ്റർ ഉള്ളത് നല്ലത് തന്നെയാണ്. അപ്പം ഇക്കാര്യത്തിൽ PKPSC കോർണറിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ? അതെ, ഞാൻ എൻ്റെ LDC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട്, ഞാൻ കോച്ചിങ് സെൻറ്ററിലൊന്നും പോയിട്ടില്ല, കൂടുതലും ഓൺലൈനായിട്ട് ക്ലാസ് കേൾക്കുമായിരുന്നു പതിവ്. അപ്പോൾ LDC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ ക്ലാസ് സെർച്ച് ചെയ്ത് കാണും. അങ്ങനെ ആ ടെലിഗ്രാമിൽ വന്നിട്ട് PKPSC കോർണർ എന്ന് പറയുന്ന ചാനൽ ഞാൻ കയറുന്നത്.
അപ്പോൾ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് കണ്ടിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് അതിങ്ങനെ കേട്ട് പോയി. അപ്പോൾ അതിനകത്ത് ഈ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെ എക്സാം, പ്രത്യേകിച്ച് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ കാര്യമൊക്കെ പറയണ കേട്ടിട്ടാണ് ഞാൻ LTC മതി എന്നുള്ള രീതിയിൽ ഇരുന്നായിരുന്നു. മടിയുണ്ടാ. അത് കഴിഞ്ഞ് ഇതിലേക്ക് വരാൻ കാരണം ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനും ഒക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിനകത്ത് കേൾക്കുന്ന ഈ സംസാരമാണ്. പക്ഷേ ഈ ധാര സംസാരിക്കണ എന്താ അങ്ങനെ വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കത് ഇഷ്ടമായിരുന്നു, അതങ്ങനെ കേട്ടു. അങ്ങനെയാണ് നമ്മളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം, ഡിഗ്രി പ്രിലിംസ് അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ PSC എക്സാം എന്നുള്ളതല്ല, നമ്മൾ ഏതൊരു കാര്യത്തിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിന് കുറേ ചാലഞ്ചസ് വരാറുണ്ട്. ചിലപ്പോൾ തുടക്കത്തിലുണ്ടാകത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ജേണിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് വരാറുണ്ട്. ഈ ഒരു ജേണിയിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ, അല്ല ഇനി അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തത്? നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കത്തില്ല. ഭയങ്കര ഡൗൺ ആയിട്ടുള്ള കുറേ ദിവസങ്ങൾ കാണും, നമുക്ക് ഇത് കിട്ടത്തില്ല എന്നൊക്കെ തോന്നുന്ന ദിവസങ്ങൾ കാണും. അപ്പോൾ ഒരു മെൻറ്ററിൻ്റെയും ഒരു ഗൈഡൻസ് തരുന്ന ഒരാളുടെ ഒക്കെ ഇമ്പോർട്ടൻസ് അപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PKPSC ചാനൽ PKPSC കോർണർ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ എത്തിയതിനു ശേഷം ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ കേട്ട് തുടങ്ങിയല്ലോ. ആ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ക്ലാസ് മാത്രമായിരുന്നില്ല, നമുക്ക് ഈ ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി എനിക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ. അപ്പം ഞാനൊരു 10th ലെവൽ എക്സാം എഴുതി അത് ക്രാക്ക് ചെയ്ത് അങ്ങനെ നിൽക്കേണ്ട ഒരാളല്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു തുടങ്ങിയത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേട്ട് തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ PK സാർ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന്റെ ഗ്ലാമർ എത്രത്തോളം ഉണ്ടെന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കുറേ മോട്ടിവേഷനും കുറേ ഗൈഡൻസും അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് PSC പഠിക്കുമ്പോൾ കൂടുതലുണ്ടാകുന്ന മെൻ്റൽ സ്ട്രഗിൾസ്, ആ മെൻ്റൽ പ്രഷറൊക്കെയാണ്. അപ്പം അത് കൂടുതലും ഇങ്ങനെ നമ്മൾ തരണം ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ഒരു ഗൈഡൻസ് ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ഒരു മെൻറ്റർഷിപ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതെ ഈസി ആയിട്ട് ചെയ്യാം. എനിക്കും പറ്റും, എനിക്ക് പറ്റൂല എന്ന് എനിക്ക് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നു, എനിക്കും പറ്റും എന്നൊക്കെ തോന്നി തുടങ്ങി. അങ്ങനെ തോന്നി എപ്പോഴെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റേതെങ്കിലും ജോലിയിലേക്ക് പോകാമെന്നോ? വേറൊരു ജോലി എന്നുള്ളൊരു ഓപ്ഷൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് കിട്ടുമോ കിട്ടത്തില്ലേ കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ റിപ്പീറ്റഡ്സ് ഇങ്ങോട്ട് തന്നെ വരും. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കിങ്ങനെ ഡൗൺ ആയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പഠിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ദിവസവും പഠിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, പഠിക്കാത്ത ദിവസം ഉണ്ടായിട്ടുണ്ട്, സങ്കടം വരുന്ന ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഇത് കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർ മടിയന്മാരായി പോരുത്. ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എത്രത്തോളം പ്രാധാന്യമാണ്? കൺസിസ്റ്റന്റ് വർക്ക്, ഹാർഡ് വർക്കിനേക്കാളും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ മടിയെന്നല്ല, നമ്മൾ ഡൗൺ ആയിട്ടുള്ള ദിവസങ്ങളുണ്ട്. ഇപ്പം ഞാൻ 1 മണിക്കൂർ പഠിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ട്, 12 മണിക്കൂർ പഠിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ട്. ഞാനത് ബാലൻസ് ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡൗൺ ആവുന്ന ദിവസം ഉണ്ടാവുന്നുണ്ട്. അതിനൊരു നമുക്കൊരു ഗൈഡൻസ്, ഒരു മെൻറ്ററിൻ്റെ ഒക്കെ ആവശ്യം കൂടുതൽ, പ്രത്യേകിച്ച് ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റിലോട്ടൊക്കെ വരുമ്പോൾ അത് ഒത്തിരി അത്യാവശ്യമാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇവിടം വരെ എത്തിയല്ലോ, ഒരു 36 റാങ്കിൽ വരെയൊക്കെ എത്തിയല്ലോ. അപ്പോൾ ആരുടെയെങ്കിലേക്ക് പേരെടുത്ത് നന്ദി പറയേണ്ടി വന്നാൽ, അങ്ങനെ ഒരു സാഹചര്യം, ഒരു അവസരം വരുമ്പോൾ, ഇപ്പോൾ അതിനുള്ളൊരു അവസരമാണ്, ആരെയൊക്കെ ആയിരിക്കും കൂടുതൽ എടുത്തു പറയാൻ സാധിക്കും? നമുക്ക് എല്ലാവരെയും ഒന്നും ലിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലെന്നറിയാം, എങ്കിലും മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടി വരുന്ന നന്ദി ആരോട് പറയണം, അല്ലെങ്കിൽ ആരുടെയൊക്കെ സപ്പോർട്ടാണ് കിട്ടിയതെന്ന് ഒന്ന് പറയാമോ? ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് എൻ്റെ അപ്പയോടും അമ്മയോടും തന്നെയാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കെടുത്തൊരു ഡിസിഷനാണ്. ഡിഗ്രി കഴിഞ്ഞ് PGക്ക് പോകുന്നില്ല, ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു 3 വർഷത്തെ പ്രിപ്പറേഷന് ശേഷമാണ് എനിക്ക് വരുന്നത്. ആ 3 വർഷവും ഒരിക്കൽ പോലും എന്നെ എക്സാമിന് എപ്പോഴും കൊണ്ടുപോകുന്ന എൻ്റെ അപ്പായ. ഒരു തവണ പോലും എന്നെ വഴക്ക് പറയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തുകൂടെ അങ്ങനെ ചോദിക്കും, അങ്ങനെ യാതൊരു രീതിയിലുള്ള പ്രഷറും എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്ത് പുസ്തകം പറഞ്ഞാലും ഈ ഏതെങ്കിലും ഓൺലൈൻ കോച്ചിങ് സെന്ററിൽ നമുക്കിങ്ങനെ പൈസ ഒക്കെ കൊടുത്തിട്ട് പുസ്തകം വാങ്ങിക്കും, അല്ലെങ്കിൽ പൈസ ഒക്കെ കൊടുത്തിട്ട് കുഞ്ഞ് ക്രാഷ് കോഴ്സിനൊക്കെ ചേരും. അപ്പം അങ്ങനെയൊക്കെയുള്ള പൈസ ചോദിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം അവരോടാണ് ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ളത്. പിന്നെ ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ ഒരു എക്സാമിന് ഈ ഒരു റാങ്ക് കിട്ടിയതിൻ്റെ പേരിലാണ്. അതിലെനിക്ക് സ്പെസിഫിക് ആയിട്ട് എപ്പോഴും നന്ദി പറയാനുള്ളത് PK സാറിനോടാണ്. കാരണം ഞാൻ ഈ ഒരു എക്സാമിന് പഠിക്കാനുള്ള മെയിൻ റീസൺ ആള് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പറയുന്ന കുറേ കാര്യങ്ങളായിരുന്നു. ഒരു മെന്റൽ സപ്പോർട്ട്, മോട്ടിവേഷൻ. നേരത്തെ പറഞ്ഞ പോലെ ചില ദിവസങ്ങളിൽ നമ്മൾ ഡൗൺ ആയിരിക്കും, ആ ഡൗൺ ആവുന്ന ദിവസങ്ങളിൽ നമ്മളെ അതിനകത്ത് നിന്ന് കരകയറാനൊക്കെ സഹായിച്ചിട്ടുണ്ടല്ലേ പുള്ളി. എല്ലാവർക്കും പൊതുവേ അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഇത് തന്നെയാണ്. അപ്പോൾ അതും സഹായമായിട്ടുണ്ട്. ഉറപ്പായിട്ടും. അങ്ങനെ ക്ലാസ്സുകൾ മാത്രമല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണമെങ്കിൽ ആള് ഫോണിൽ വിളിക്കാൻ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവൈലബിൾ ആയിരുന്നു ഈ ഒരു ജേണിയിൽ. ഇത്രയും നല്ല സപ്പോർട്ടും പ്രിപ്പറേഷനും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയണം കേട്ടോ, ഞാൻ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്ന ഒരാളാണ് പല എക്സാമുകളിലും. അപ്പോൾ ഇത്രയും നന്നായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തെങ്കിലും, ഇത്രയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലും, ആ എക്സാം ഹാളിൽ കയറിയിട്ട് ആ ഒരു എക്സാം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ആ തുടക്ക സമയത്ത്
എങ്ങനെയായിരുന്നു ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ആ ഒരു ടെൻഷനിൽ നിന്ന് എങ്ങനെയാണ് മറികടന്നത്? ആ ടെൻഷനെ മറികടക്കാത്ത ഒരാൾക്ക് ഒരിക്കലും 36 പൊസിഷനിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ അത് ഞാൻ എന്തുകൊണ്ട് ചോദിക്കുന്നു എന്ന് വെച്ചാൽ, ഇനി എക്സാം എഴുതാൻ എന്നെപ്പോലെ ടെൻഷനുള്ള ഒരുപാട് പേരുണ്ടാവും. അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ത് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? എന്നെ സംബന്ധിച്ച് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫാക്ടർ അതാണ്. അതായത് എനിക്ക് എക്സാമിൻ്റെ ഹാളിൽ കയറുമ്പോൾ പ്രത്യേകിച്ച് ഒരു ടെൻഷൻ ഉണ്ടാവില്ല, ഞാൻ ഭയങ്കര കൂളായിരിക്കും. അതുകൊണ്ട് തന്നെ ടെൻഷൻ ഉള്ള ഒരാളോട് എന്താ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കത് പറയാനുള്ളത്, ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചുള്ളതും കൂടെ മറന്നു പോകുന്നതിനേക്കാൾ കുറച്ചൊന്ന് കാമായിട്ടിരിക്കുന്നതാണ്. എനിക്ക് ബേസിക്കലി ടെൻഷൻ ഉണ്ടാവാറില്ല, അതെന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും. അപ്പോൾ നമ്മൾ ഈ അറിയാവുന്ന കാര്യങ്ങളൂടെ മറന്നു പോകാനുള്ള കാരണം ചിലപ്പോൾ ഈ ടെൻഷൻ ആയിരിക്കും. ഉറപ്പായിട്ടും നമ്മൾ ടെൻഷൻ അടിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന പോലെ ആവില്ലോ ചിന്തിക്കണേ, മറന്നു പോകും. ഓക്കെ, അങ്ങനെ ഈ ടെൻഷൻ ഇല്ലാതെ എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം ഉണ്ടല്ലോ. ഇപ്പോൾ ഡോണയെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ ഇല്ലായിരുന്നു, പക്ഷേ ടെൻഷൻ ഉള്ളവരുണ്ടാവും. അങ്ങനെ ടെൻഷൻ ഉള്ളവർക്കായിരിക്കും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉള്ളത്. എങ്കിലും ഡോണയ്ക്ക് ആ ഒരു എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ 36 റാങ്കിലാണ് എന്ന് ഫാമിലിയൊക്കെ വിളിച്ച് പറയുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ടായിരുന്നു? അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം റാങ്ക് ലിസ്റ്റ് വരുന്ന ദിവസം റാങ്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 150-നുള്ളിലൊക്കെ ഒരു റാങ്ക് എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പോൾ റാങ്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ പേര് വെച്ചിട്ടാണ് സെർച്ച് ചെയ്തത്. അപ്പോൾ ഡോണ വെച്ചിട്ട് സെർച്ച് ചെയ്തപ്പോൾ ഞാൻ ഇപ്പുറത്ത് 36 ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഒരു 1 ഞാൻ കുറെ തപ്പി. അപ്പോൾ ഞാനത് ആദ്യം അയച്ചു കൊടുത്ത എൻ്റെ അമ്മയ്ക്കാണ്. അമ്മയുടെയും സെയിം റിയാക്ഷൻ ആയിരുന്നു. കാരണം നമുക്ക് അറിയായിരുന്നു, പക്ഷെ ഇത്രയും ഉയർന്നൊരു റാങ്ക് നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അമ്മയ്ക്ക് എക്സൈറ്റ്മെന്റ് എന്ന് പറയാൻ കാര്യം അമ്മ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, ഇത്രയൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. അത് സ്വന്തമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അണ്ടർ എസ്റ്റിമേഷൻ അല്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത്ര കിട്ടാൻ ചാൻസ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എക്സാം കഴിഞ്ഞിട്ട് വരുമ്പം ഏറെക്കുറെ ഇപ്പൊ LDCയുടെ ഒക്കെ ആണെങ്കിൽ ഞാൻ പ്രഡിക്റ്റ് ചെയ്ത റാങ്കിനോട് അടുത്തൊക്കെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അപ്പം അവർക്കറിയാം ഞാൻ പറയുന്നത് തന്നെ ഉണ്ടാവുക. പക്ഷെ ഇത്രയും ഉയർന്നൊരു റാങ്കൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല, അവർ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. വളരെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു അല്ലേ? അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ നമ്മുടെ ഫ്രണ്ട് സർക്കിളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു PSC എക്സാമിന് പങ്കെടുക്കുക പോലുമില്ല, എന്തിനൊരു കോച്ചിങ്ങിന് പോലും പോകത്തില്ല. എന്ന് വെച്ചാൽ കിട്ടില്ല എന്നുള്ളൊരു വിശ്വാസമാണ്, പ്രീ ജഡ്ജ്മെൻ്റ് ആണ്. അവരിങ്ങനെ എക്സാമിന് പോകാനോ ഒരു ക്ലാസ്സിന് പോകാനോ ഒന്നും തയ്യാറല്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? നമ്മൾ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ, അതോ ഒരു സ്വാഭാവികമായിട്ടും എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യം. ഇപ്പം ഞാൻ PSC എക്സാം എന്ന് പറഞ്ഞപ്പോഴും, ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, PGക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും പൊതുവിൽ എൻ്റെ ഫാമിലിയിലുള്ള അപ്പായ്മയൊന്നും അല്ല പൊതുവിൽ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അതൊന്നും കിട്ടില്ല. പർട്ടിക്കുലർലി പറഞ്ഞ തിരുവനന്തപുരത്തൊക്കെ ഉള്ള ആൾക്കാർ ജനിക്കുന്നത് മുതൽ ഇതിനു വേണ്ടി മാത്രം PSCക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമുക്കൊന്നും ഇവിടെ നിന്നുള്ളവർക്കൊന്നും കിട്ടില്ല, അതും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒന്നും കിട്ടത്തേ ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവരും പറയണത് അങ്ങനെയാണ്, പക്ഷെ അങ്ങനെയൊന്നും അല്ല. ആ റാങ്ക് ലിസ്റ്റിൽ എല്ലാ ജില്ലയിലുള്ള ആൾക്കാരുണ്ട്, എല്ലാവർക്കും കിട്ടും, ശ്രമിച്ചാൽ കിട്ടും. ഒരു 2-3 വർഷങ്ങൾക്ക് ശേഷം ഡോണയെ ഏത് പൊസിഷനിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഏത് മേഖലയിലായിരിക്കും? അതോ ഈ മേഖലയിൽ തന്നെ തുടരുക എന്നുള്ളതാണോ പ്ലാൻ? നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം, എങ്കിലും ഒരു 2-3 വർഷത്തിന് ശേഷം എന്താണ് പ്ലാൻ? നിലവിൽ പ്രത്യേകിച്ച് ഒരു പദ്ധതിയൊന്നുമില്ല. ഇതിൽ തന്നെ സർക്കാർ സർവീസിൽ തന്നെ തുടരുക എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയില്ലല്ലോ ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവുക. നിലവിലിപ്പോൾ ഡിഗ്രി പ്രിലിംസ് അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനൊപ്പം നടന്ന വേറൊരു മെയിൻസ് ആണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം. അപ്പോൾ അതിൻ്റെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ റാങ്ക് കിട്ടാൻ തക്ക ഒരു മാർക്ക് എനിക്ക് ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു അതിൻ്റെ പോസ്റ്റിംഗ് വരുമ്പോൾ അങ്ങോട്ടേക്ക് മാറുമായിരിക്കും. ഏതായാലും സർക്കാർ സർവീസ് തന്നെ തുടരുന്നതാണ് ഇതുവരെയുള്ള തീരുമാനം. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ ഈ കേരള PSCയിലെ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഏറ്റവും ഉദ്യോഗാർത്ഥികൾ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ഒരു തസ്തികയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 36ാമത്തെ റാങ്ക് നേടിയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് ചോദിക്കുകയാണ്, നമുക്കിപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോടും വിദ്യാർത്ഥികളോടും പൊതുവിൽ എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം? കാരണം ഇപ്പോൾ ഉപദേശിക്കാൻ പറ്റുന്ന ഒരാളാണ്, 36ാമത്തെ ലെവലിലെത്തിയ ഒരാളാണ്, റാങ്കിലെത്തിയ ഒരാളാണ്. അപ്പോൾ എന്താണ് അവരോട് പറയാനുള്ളത്? അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്തായിരിക്കും? എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് വരും. ഇപ്പോൾ ഞാൻ ഈ ഒരു PSC മേഖലയിലേക്ക് വരുമ്പോൾ ഡിഗ്രി പ്രിലിംസ് തുടങ്ങുന്ന സമയത്ത്, അതായത് 10th പ്രിലിംസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ എക്സാം 2 ഘട്ടമാക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം അതിന് മുമ്പേ ഞാനൊരു 3 മാസം 4 മാസമൊക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ തന്നെ. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്
എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി, വേറെ കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു അത്. കാരണം എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു പുതിയ രീതിയിലുള്ള എക്സാം ആകുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. പക്ഷെ ആ ഒരു രീതി തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായി, അതുകൊണ്ട് എല്ലാവരും അത് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് കുറച്ചും കൂടെ സ്ട്രാറ്റജീസ് ഒക്കെ മാറ്റേണ്ടി വരും. പിന്നെ ഞാനിപ്പോഴും ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഞാൻ സിലബസ് വെച്ചിട്ടാണ് പഠിക്കുക. വെളിയിൽ നിന്ന് ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞാലും ഞാൻ ആ സിലബസ് വെച്ചിട്ട് തന്നെയാണ് പഠിക്കണം. പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള, ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് ഞാൻ അവോയ്ഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. എല്ലാം ഒന്നും ഞാൻ പഠിക്കാറില്ല. പിന്നെ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ ടെൻഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെതായിട്ടുള്ള ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ഒക്കെ ഞാൻ എടുക്കാറുണ്ട്. അത് ചെയ്യുന്നതിൽ വലിയ തെറ്റില്ല. കാരണം ആത്മവിശ്വാസം ഉണ്ടാവണം, അതിനുള്ളൊരു ആത്മവിശ്വാസം വേണം. അതിനും ടെൻഷൻ അടിച്ചിട്ടിരുന്നാൽ അത് നടക്കത്തില്ല. ഒരു ക്വിക്ക് ജഡ്ജ്മെന്റ് ആയിരിക്കണം. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു നേരത്തെയുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾ മാറിയിട്ട് ഇപ്പോൾ എല്ലാം ഓൺലൈനായി. പലർക്കും ഡൈജസ്റ്റീവ് അല്ല ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ചാലഞ്ചസ് അനുഭവിച്ചിട്ടുണ്ടോ ഓഫ്ലൈനിൽ നിന്നൊരു ഓൺലൈൻ കോഴ്സിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു ക്ലാസ്സുകളിലേക്ക് വന്നപ്പോൾ? ഞാൻ എൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങുന്നത് 2019 ലാസ്റ്റാണ്. അപ്പം തന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലിരുന്നിട്ട് പഠിക്കും എന്നുള്ളത്. അപ്പം തന്നെ കൊറോണ ഒക്കെ വന്ന് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ആർക്കും വെളിയിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ എല്ലാവരും ആ ഒരു രീതിയിലേക്ക് എത്തി. അതുകൊണ്ട് എനിക്ക് ഓൺലൈനായിട്ട് പഠിക്കുന്നതിൽ പ്രത്യേകിച്ച് ചാലഞ്ചസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. രണ്ടും ഈക്വലി ഹെൽപ്ഫുൾ ആണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്കൊക്കെ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ പൊതുവേ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന അടുത്ത ഒരു ചോദ്യമുണ്ട്. ഞാൻ ആ ചോദ്യം ചോദിക്കാതെ തന്നെ ഡോണയ്ക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് പേഴ്സണൽ ക്വസ്റ്റ്യൻ. കല്യാണത്തെപ്പറ്റി ആലോചിക്കുകയോ അല്ലെങ്കിൽ കല്യാണം കഴിയുകയോ അങ്ങനെ അതിനെപ്പറ്റി, കുടുംബജീവിതത്തെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓക്കെ. കല്യാണത്തിനെ പറ്റി ആലോചിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ആലോചിക്കുന്നില്ല. എനിക്ക് അങ്ങനെ എൻ്റെ ലൈഫ് ഷെയർ ചെയ്യാം എന്ന് തോന്നുന്ന ഒരാളെ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. അതാണ് മെയിൻ റീസൺ. അങ്ങനെ ഒരു ദിവസം കണ്ടുമുട്ടുകയാണെങ്കിൽ കല്യാണമൊക്കെ ഉണ്ടാവും. അദ്ദേഹവും ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിരിക്കണമെന്ന്, അങ്ങനെ ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടായിരിക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല. ജോബ് റിലേറ്റഡ് ആയിട്ടൊരു ഒരു കൺസെപ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ. ഈ യാത്രയിലെങ്ങും ആരെയും ഇതുവരെ അങ്ങനെ കാണാനും സാധിച്ചില്ല? ഇല്ല, കണ്ടിട്ടില്ല. ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൽ 36ാം റാങ്ക് നേടിയ ഡോണ എലിസബത്ത് ഇമാനുവലാണ്. PKPSC കോർണർ ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ വിജയം കരസ്ഥമാക്കി ഗവൺമെൻറ് സർവീസിലേക്ക് പ്രവേശിക്കുന്നത് നിരവധി ഉദ്യോഗാർത്ഥികളാണ്. അവരെ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തുന്ന സക്സസ് സ്റ്റോറി സീരീസ് ഇനിയും തുടരുന്നതാണ്. ക്ലാസുകൾക്കായി PKPSC കോർണറിൻ്റെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സക്സസ് സ്റ്റോറി സീരീസ് പോലുള്ള മറ്റു വീഡിയോകൾക്കായി PKPSC കോർണറിൻ്റെ യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റാങ്ക് ഹോൾഡറുമായി അടുത്ത വീഡിയോയിൽ കാണാം. PKPSC Corner. Craft your future.